Hi all, welcome to One's Coaching. Today we are going to discuss an important topic in Constitution, that is Writ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ Writ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. What is Writ? The meaning of the word Writ means command in writing the name of court. It is a legal document. Important. It is a legal document issued by the court that orders a person or entity to perform a specific act or to cease performing a specific action or deed. Writ എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ആ ലീഗൽ ഡോക്യുമെന്റ് വെച്ചിട്ട് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ സീസ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ആക്ഷൻ പെർഫോം ചെയ്യാനായിട്ട് കമാൻഡ് ചെയ്യാനോ പറ്റുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിറ്റ് എന്ന് പറയുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കോർട്ടിനെയൊക്കെ നമുക്ക് ആ റിറ്റ് ഉപയോഗിച്ച് അവരുടെ ആക്ഷൻ തടഞ്ഞു വെക്കാനോ അതുപോലെ തന്നെ ഒരു ആക്ഷൻ പെർഫോം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ കമാൻഡ് ചെയ്യാനോ പറ്റുന്ന ലീഗൽ ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിറ്റ് എന്ന് പറയുന്നത്. അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ഇഷ്യൂ റിറ്റ് ടു എൻഫോഴ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അതായത് ഈ റിറ്റ് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പൊ റിറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് രണ്ടു പേർക്കാണ് സാധിക്കുന്നത്, ഒന്ന് സുപ്രീം കോർട്ടിനും ഒന്ന് ഹൈക്കോർട്ടിനും. അപ്പൊ റിറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള സ്കോപ്പുള്ള ആർക്കെയാണ്, സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. അവർ ഏത് ആർട്ടിക്കിൾ വെച്ചാണ് ഇത് റിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്? സുപ്രീം കോർട്ട് ഇഷ്യൂ റിറ്റ് ബൈ യൂസിങ് ആർട്ടിക്കിൾ 32 ആൻഡ് ഹൈക്കോർട്ട് ഇഷ്യൂ റിറ്റ് യൂസിങ് ആർട്ടിക്കിൾ 226. അപ്പൊ ആർട്ടിക്കിൾ 226 വെച്ചാണ് ഹൈക്കോർട്ട്, ആർട്ടിക്കിൾ 32 വെച്ചാണ് സുപ്രീം കോർട്ട്. ഈ ആർട്ടിക്കിൾസ് ചോദിക്കാറുള്ളതാണ്, PSC ക്വസ്റ്റ്യൻസിലൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഏത് ആർട്ടിക്കിൾ വെച്ചാണ് സുപ്രീം കോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹൈക്കോർട്ട് ഏത് ആർട്ടിക്കിൾ വെച്ചാണ് ഇഷ്യൂ ചെയ്യുന്നത്. There are 5 types of writ as provided under Article 32 of the Constitution. നമുക്ക് മെയിൻ ആയിട്ട് എത്ര ടൈപ്പ് റിറ്റ്സ് ഉണ്ട്? 5 types of writs ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ജനറൽ ടേം ആണ്. റിറ്റ് ഫോർ പേഴ്സണൽ ലിബർട്ടി വിച്ച് സേസ് യു ഹാവ് ദ ബോഡി. അതായത് പേഴ്സണൽ ലിബർട്ടിക്ക് വേണ്ടിയിട്ടുള്ള റിറ്റ് ആണ് എന്ത്, നമ്മുടെ ഹേബിയസ് കോർപ്പസ്. The main purpose of this writ is to seek relief from an unlawful detention of an individual. അതായത് what is unlawful detention of an individual? What do you mean by that? Unlawful detention എന്ന് പറഞ്ഞാൽ ഒരാളെ തുറങ്കലിൽ അടയ്ക്കുകയാണ്, ഒരു പ്രത്യേക കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരാളെ ജയിലിൽ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം, ഈ ഹേബിയസ് കോർപ്പസ് റിറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. The protection of individual from being harmed by the administrative system and it is safeguard for the freedom of the individual against the arbitrary state action which violates the fundamental rights under Article 19, 21, 22 of the Constitution. അതായത് നമ്മൾ ഈ ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ അവരെ നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ള ആ ഇൻഡിവിജ്വലിനെ ഹാംഫുൾ ആയിട്ടുള്ള അറ്റാക്കിൽ നിന്നും തടയാനായിട്ട്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ഹാംഫുൾ ആയിട്ട് എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പുറപ്പെടുവിക്കും, ഹേബിയസ് കോർപ്പസ് റിറ്റ് പുറപ്പെടുവിക്കും. അത് ഏത് ആർട്ടിക്കിൾ വെച്ചിട്ടാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹേബിയസ് കോർപ്പസ് റിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി വെൻ ഇഷ്യൂഡ്, എപ്പോഴാണ് നമ്മൾ ഇത് ഇഷ്യൂ ചെയ്യുന്നത്? റിറ്റ് ഓഫ് ഹേബിയസ് കോർപ്പസ് ഇസ് ഇഷ്യൂഡ് ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഇസ് കെപ്റ്റ് ഇൻ ജയിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജയിൽ ഓർ അണ്ടർ പ്രൈവറ്റ് കെയർ വിത്തൗട്ട് എനി അതോറിറ്റി ഓഫ് ലോ. നിയമാനുമതി ഇല്ലാതെ ഏതെങ്കിലും ഒരാളെ പ്രത്യേകമായിട്ട് പ്രൈവറ്റ് ആയിട്ട് തുറങ്കലിൽ അടയ്ക്കുകയോ അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഹേബിയസ് കോർപ്പസ് റിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. A criminal who is convicted has right to seek the assistance of the court by filing an application of writ of habeas corpus. ഇനി ഒരു ക്രിമിനൽ ആണ്, ഒരു കൺവിക്റ്റഡ് എന്തെങ്കിലും ക്രൈം കൺവിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാനുള്ള ഇഷ്യൂ ചെയ്യാനുള്ള ഇതുണ്ട്, അതോറിറ്റി ഉണ്ട്, റിറ്റ് ഓഫ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാനായിട്ടുള്ള അതോറിറ്റി ഉണ്ട്. അത് എവിടെയാണ് ഫയൽ ചെയ്യേണ്ടത്? കോർട്ടിലാണ് ഫയൽ ചെയ്യേണ്ടത്. ഇത് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. ഇനി നെക്സ്റ്റ് റിറ്റ് ആണ് കോ വാറന്റോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് റിറ്റിനെ കുറിച്ച് പറഞ്ഞു, ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ്? അൺലോഫുൾ ഡിറ്റൻഷൻ, ടു പ്രിവെന്റ് ദ അൺലോഫുൾ ഡിറ്റൻഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? കോ വാറന്റോ. ദ റിറ്റ് ഓഫ് കോ വാറന്റോ ഇംപ്ലൈസ് ബൈ വാട്ട് മീൻസ്. ബൈ വാട്ട് മീൻസ് എന്നാണ് കോ വാറന്റോയുടെ ഒരു മീനിങ് എന്ന് പറയുന്നത്. This writ is invoked in case of public offices and it is issued to restrain person from acting in public office to which he is not entitled to. അതായത് നമുക്ക് പബ്ലിക് ഓഫീസുകളിലൊക്കെ റിട്ടയർമെന്റ് ഏജ് ഉണ്ട്, അല്ലെങ്കിൽ പബ്ലിക് ഓഫീസിൽ ചെല്ലേണ്ട ടൈമിങ്സ് ഉണ്ട്. ഇതൊന്നും കറക്റ്റ് ആയിട്ട് പാലിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോ വാറന്റോ റിറ്റ് ഇഷ്യൂ ചെയ്യാം. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ പേഴ്സൺ ഓഫ് ഏജ് 62 is appointed of a public office whereas the retirement age is 60. അതായത് 60 വയസ്സാണ് പബ്ലിക് ഓഫീസിൽ എല്ലാവരും റിട്ടയർമെന്റ് ഏജ്. അപ്പൊ 62 വയസ്സുള്ള ഒരാൾ അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കോ വാറന്റോ റിട്ട് വഴി എന്ത് ചെയ്യാം, അദ്ദേഹത്തെ ആ പദവിയിൽ നിന്നും നമുക്ക് നീക്കാനായിട്ടുള്ള അധികാരമുണ്ട്.
now the High Court has the right to produce the quo warranto. കണ്ടോ, ഹൈക്കോർട്ടിന് ആ quo warranto റിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ടു ഡിക്ലെയർ ദ പോസ്റ്റ് ആസ് വേക്കന്റ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് വേക്കന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. കാരണം എന്തുകൊണ്ടാണ്? റിട്ടയർമെന്റ് ഏജ് 60 ആണ്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ള കാര്യമാണ്. നമ്മൾ പബ്ലിക് ഓഫീസുകളിലെ റൂൾസിലുള്ളതാണ് എന്ത്, 60 ആണ് റിട്ടയർമെന്റ് ഏജ്. പിന്നെ 62 ഉള്ള ഒരാൾ അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഒരു പബ്ലിക് ഓഫീസിൽ വർക്ക് ചെയ്യാൻ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ആ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, quo warranto റിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അദ്ദേഹത്തെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ആ പോസ്റ്റ് എന്താക്കി മാറ്റാം, വേക്കന്റ് ആയിട്ട് മാറ്റാം. ഇങ്ങനെയുള്ള ഒരു റിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, quo warranto എന്ന് പറയുന്നത്. അതായത് പബ്ലിക് ഓഫീസുകളെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? The court issues the writ of quo warranto in the following cases. ഏതൊക്കെ കേസിലാണ് ഈ റിറ്റ് ഫോളോ ചെയ്യുന്നത്? When the public office is in question and it is of substantive nature, a person against a private corporation cannot be filed. ഒരു പ്രൈവറ്റിലുള്ള ഒരാൾക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല. പബ്ലിക് ഓഫീസുകളിൽ എന്തെങ്കിലും ഒഫൻസ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ quo warranto റിട്ട് യൂസ് ചെയ്ത് നമുക്ക് അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. The office is created by the state of or the constitution. ഓഫീസ് ആരെ ക്രിയേറ്റ് ചെയ്യണം? സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ റിറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. The claim should be asserted on the office by the public servant that is respondent. എന്റെ റെസ്പോണ്ടന്റ് ആരായിരിക്കണം? ഒരു പബ്ലിക് സെർവന്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ റിറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Circumstances when the writ of the quo warranto cannot be issued. ഇനി ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് ഓർഗനൈസേഷൻസിലോ അല്ലെങ്കിൽ ഒരു പേഴ്സണിനോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ റിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ആ പേഴ്സൺ എന്തായിരിക്കണം? ഒരു പബ്ലിക് സെർവന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് സെർവന്റ് ആയിരിക്കണം ഈ റിറ്റ് ഇഷ്യൂ ചെയ്യാൻ. The writ of quo warranto cannot be issued for any body or organization that does not fall under the definition of state. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പറയുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് ഡെഫിനിഷൻ പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഡെഫിനിഷനകത്ത് കുറച്ച് ഓർഗനൈസേഷനെ പറയുന്നുണ്ട്. ആ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും നിയമ നടപടി എടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ quo warranto ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കോ സാധാരണ ഒരാൾക്കോ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഒരു ഗവൺമെന്റ് സെർവന്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ റിറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് റിറ്റിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നെക്സ്റ്റ് റിറ്റ് എന്ന് പറയുന്നത് മാൻഡമസ് ആണ്. നെക്സ്റ്റ് റിറ്റ് ഏതാണ്? മാൻഡമസ്. മാൻഡമസിന്റെ മീനിങ് വി കമാൻഡ് എന്നാണ് മാൻഡമസിന്റെ മീനിങ്. This writ is issued for the correct performance of mandatory purely ministerial duties and issued by the superior court to a lower court. അതാണ് ഇമ്പോർട്ടന്റ്. superior court to lower court. അതായത് ഒരു മുകളിലത്തെ കോടതിയിൽ നിന്നും കീഴ്ക്കോടതിയിലേക്ക്, അതായത് സുപ്രീം കോർട്ടിൽ നിന്ന് ഹൈക്കോർട്ടിലേക്ക്, ഹൈക്കോർട്ടിൽ നിന്ന് ഡിസ്ട്രിക്ട് കോർട്ടിലേക്ക്, അതായത് സുപ്പീരിയർ ആയിട്ടൊരു കോർട്ടിൽ നിന്നും ലോവർ കോർട്ടിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത്, റിറ്റ് ഓഫ് മാൻഡമസ്. റിറ്റ് cannot be issued against the president and the governor. അത് ചോദിക്കാറുണ്ട്. ഈ റിറ്റ് ആർക്കെതിരെ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല? പ്രസിഡന്റിനോ ഗവർണർക്കോ എതിരെ നമുക്ക് ഈ റിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. The main purpose is to ensure the power or duties are misused by the administration or executive are fulfilled duly. അതായത് നമ്മുടെ ഈ താഴെ കോടതികളിൽ ഇരിക്കുന്ന ആൾക്കാരൊന്നും ഇത് അവരുടെ പവേഴ്സ് മിസ്യൂസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, ഈ മാൻഡമസ് റിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് എന്താണ്? വി കമാൻഡ്, ഞങ്ങൾ കമാൻഡ് ചെയ്യുന്നു. അതായത് ആരാണ് കമാൻഡ് ചെയ്യുന്നത്? ബൈ എ സുപ്പീരിയർ കോർട്ട് ടു എ ലോവർ കോർട്ട്. ഇനി നെക്സ്റ്റ് വൺ, കണ്ടീഷൻ ഫോർ ഇഷ്യൂ ഓഫ് മാൻഡമസ്. ഇനി മാൻഡമസ് ഇഷ്യൂ ചെയ്യാനുള്ള എന്താ കണ്ടീഷൻ? There must rest a legal right of the applicant for the performance of the legal duty. ആ ലീഗൽ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിലാണ് ഈ മാൻഡമസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. The nature of the duty must be public. ആ ഡ്യൂട്ടിയുടെ നേച്ചർ എന്തായിരിക്കണം? പബ്ലിക് നേച്ചറിലുള്ളതായിരിക്കണം. അല്ലാതെ ഒരാളുടെ പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യത്തിനനുസരിച്ച് നമുക്ക് മാൻഡമസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് വൺ ആണ് റിറ്റ് സെറിട്ടോറി. Writ certiorari means to be certified. Certified എന്നുള്ള മീനിങ് ആണ് അതിനകത്ത് വരുന്നത്. It is issued when there is a wrongful exercise of the jurisdiction and the decision of the case is based on it. Writ can be moved to higher court like High Court or Supreme Court by the affected parties. അതായത് താഴെയുള്ള ലോവർ കോർട്ടിൽ നിന്നും ഒരാൾക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള വിധി കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അപ്പർ കോർട്ടിലേക്ക് സമീപിക്കാം. അതായത് ഹൈക്കോർട്ടിനെയോ സുപ്രീം കോർട്ടിനെയോ ഒക്കെ സമീപിക്കാം എന്ന് പറയുന്ന ഒരു റിറ്റ് ആണ് എന്ത്, സെറിട്ടോറി എന്ന് പറയുന്നത്. There are several grounds for the issue of writ certiorari. Certiorari is not issued against the purely administrative or ministerial orders and it can be issued only against judicial and quasi judicial. അതായത് ഫുൾ ജുഡീഷ്യൽ പവേഴ്സിലോ പകുതി ജുഡീഷ്യൽ പവേഴ്സിലോ ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ റിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് താഴെ കോടതിയിൽ നിന്നും കറക്റ്റായിട്ട് വിധി കിട്ടിയില്ലെങ്കിൽ മേൽ കോടതിയിലേക്ക് സമീപിക്കാം എന്നുള്ളതാണ് ഈ സെറിട്ടോറി റിറ്റ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത റിറ്റാണ്, അഞ്ചാമത്തതാണ് പ്രൊഹിബിഷൻ.
It is a writ directing a lower court to stop doing something which law prohibits it from doing. Its main purpose is to prevent an inferior court from exceeding its jurisdiction or from acting contrary to rules of natural justice. അതായത് നിയമ നടപടിക്ക് എതിരായിട്ട് എന്തെങ്കിലും സാധിക്കുകയാണെങ്കിൽ അതിനെ പ്രൊഹിബിറ്റ് ചെയ്യാനായിട്ട്, ആ പേര് തന്നെ അറിയാം, എന്തെങ്കിലും പെർഫോമിങ്, അതായത് ഒരാൾ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ അതിനെ പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് എന്ത്, പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിറ്റ്. അതായത് അയാൾ നിയമപരമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുകയാണ് എന്ത്, പ്രൊഹിബിഷൻ എന്നുള്ള റിറ്റ്. It is issued to a lower or subordinate court by the superior court in order to retain from doing something which is not supposed to do as per law. നിയമ നടപടിക്ക് അല്ലാതെ രീതിയിൽ, അതായത് ലോ അനുസരിച്ചല്ലാതെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എന്താണ്, നമുക്ക് ഈ പ്രൊഹിബിഷൻ എന്നുള്ള റിറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ സബോർഡിനേറ്റ് കോർട്ട് എവിടെയാണ്, ലോവർ കോർട്ട് ഓർ സബോർഡിനേറ്റ് കോർട്ടാണ് എന്ത് ചെയ്യുന്നത്, സബോർഡിനേറ്റ് കോർട്ടിലേക്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, സുപ്പീരിയർ കോർട്ട്, അതിന്റെ മുകളിലുള്ള കോർട്ടാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി ഇഷ്യൂഡ് വെൻ ദ ലോവർ കോർട്ട് ആക്ട് ഇൻ എക്സസ് ഓഫ് ദർ ജുറിസ്ഡിക്ഷൻ. അവരുടെ അധികാര പരിധിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഇടപെടുകയാണെങ്കിലും നമുക്ക് ഈ പ്രൊഹിബിഷൻ എന്നുള്ള റിറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. Also, it can be issued if the court act outside its jurisdiction, and after the writ is issued, the lower court is bound to stop its proceedings and should be issued before the lower court passes an order. Prohibition is a writ of preventive nature. ഒരു പ്രിവെന്റീവ് നേച്ചർ ആണ്, കാരണം അവരത് ചെയ്യുന്നതിൽ നിന്നും തടയുകയല്ലേ, അപ്പൊ പ്രിവെൻഷൻ ആണ് അവിടെ പറയുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഇസ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അതായത് ചെയ്യുന്നതിന് മുമ്പ് അതിനെ തടയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ തടയുക. ഈ രണ്ട് മീനിങ് ആണ് ഈ പ്രൊഹിബിഷനിനകത്ത് വരുന്നത്. With this, we conclude this session. Thank you. Keep watching once.